ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് സാധാരണ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ. നമ്മൾ സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ 4th വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ ഈ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേക്കേഷൻ പോകുന്നുണ്ട്. റാസൽ കൈമയിലുള്ള ഒരു ഹോട്ടലിലാട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ പോയിട്ട് സാറ്റർഡേ നാളെ വരും. ഒരു 1 ഡേ സ്റ്റേക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വന്നതാട്ടോ. എനിക്ക് ഓൾറെഡി ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ഹാഫ് ഡേ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ആൾക്ക്. അപ്പോൾ പോകുന്ന ടൈമിലാണ് നമ്മളിന്ന് സ്റ്റേക്കേഷന് പോകുന്ന കാര്യം എന്നോട് പറയുന്നത് തന്നെ. അപ്പോൾ ഇതൊരു സർപ്രൈസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പോൾ പറയാതിരിക്കാനും പറ്റില്ല, കാരണം എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ടൈം ആകുമ്പോഴത്തേനും എനിക്കിവിടെ റെഡി ആയി നിൽക്കുകയും വേണമല്ലോ. 2 മണിക്കാട്ടോ, ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ വരുന്നത്. അപ്പോൾ അതിനു മുന്നേ എല്ലാം റെഡിയായി സെറ്റായി നിൽക്കാൻ എന്നോട് പറഞ്ഞതാണ്. അങ്ങനെ ഞാനിതാ ഒരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ബ്രൊക്കോളി ഉണ്ട് ഫ്രിഡ്ജിൽ, പിന്നെ 2 എഗ് ബുൾസൈ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കോഫിയും. അത്രേ ഉള്ളൂ, എനിക്ക് മാത്രമല്ലേ വേണ്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ബ്രൊക്കോളി ഉണ്ടാക്കുന്ന ടൈമിൽ എപ്പോഴും വെളിച്ചെണ്ണയിലാട്ടോ സോട്ട് ചെയ്തെടുക്കൽ. ബട്ടറിലാണ് ഇത് സോട്ട് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ ഒരു വട്ടം വെളിച്ചെണ്ണയിൽ സോട്ട് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം പിന്നെ ഞാൻ ഈ ബ്രൊക്കോളി വെളിച്ചെണ്ണയിൽ തന്നെ കേട്ടോ സോട്ട് ചെയ്യൽ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സോട്ട് ചെയ്ത് കഴിച്ചു നോക്ക്. കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനും. ഇതിങ്ങനെ തോരനൊക്കെ വെച്ച് കഴിക്കുകയും ചെയ്യും കേട്ടോ ചിലരൊക്കെ. പക്ഷെ ഞാനിങ്ങനെ സോട്ട് ചെയ്തെടുത്ത് കഴിക്കലാണ്. പിന്നെ എനിക്ക് ഇത് ചോറിൻ്റെ കൂടെ വല്ലാണ്ട് ഇഷ്ടമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പിളും കൂടി കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് കേട്ടോ. മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ കഴിക്കുക, കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവാറുള്ളൂ. ഇന്ത്യക്കാർക്ക് പിന്നെ രാവിലെ നേരത്തെയാണ് ഡ്യൂട്ടി, അപ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. അത് തലേ ദിവസം തന്നെ ഞാൻ ആക്കി വെച്ച് കൊടുക്കലാട്ടോ. ഫ്രിഡ്ജിൽ നിന്നും ആൾ എടുത്തിട്ട് പോവും, 6 മണിക്ക് പോവും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്കൊരു ചെറിയ പണി കൂടി കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് ഇന്ത്യക്കൊരു ജാക്കറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുന്നേ ഓർഡർ ചെയ്ത് കൊടുന്ന് വെച്ചിട്ട് എനിക്ക് കണ്ടുപിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതേ ഡേറ്റിലേക്കാണ് ഡെലിവറി കൊടുത്തത്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് സ്റ്റേക്കേഷന് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ ഈവനിങ് ആണ് അത് ഡെലിവറി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് തിരിച്ച് വന്നിട്ട് കൊടുക്കാമെന്നുള്ള പ്ലാനിങ്ങിൽ ഞാനിത് റീസ്കെഡ്യൂൾ ചെയ്യണം അതിൻ്റെ ഡേറ്റ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ലേറ്റായിട്ടാവും ഇന്ത്യക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കാൻ പോണത്. ആ ഒരു ചെറിയൊരു വിഷമമുണ്ട്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും അസബേബി എണീച്ചിട്ടോ. അപ്പോൾ അവനായിട്ടുള്ള ടൈമാണ്. പിന്നെ അങ്ങോട്ട് അവനക്ക് ഫുഡ് കൊടുക്കൽ, അവൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യൽ, അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ പെട്ടി പാക്ക് ചെയ്യാണ്. അപ്പോൾ ഇതാണ് വെഡിങ് ആനിവേഴ്സറി ഡ്രസ്സ് വരുന്നത് കേട്ടോ. അത് ഇന്നലെ എന്തൊക്കെ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും ഇത് അവിടുന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ പെട്ടിയിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം ഉള്ള സാധനങ്ങൾ ഒരു ദിവസമാണെന്നുണ്ടെങ്കിലും ബേബിനൊക്കെ ആയിട്ട് പോകുകയെന്നുണ്ടെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് എന്തായാലും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 12 മണിയാകുമ്പോഴത്തേനും എന്തൊക്കെയാണ് വന്നു. അപ്പോൾ എന്തൊക്കെ വരുമ്പോൾ ഫുഡായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാട്ടോ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് ജുമ ഉള്ള കാരണം 2 മണിക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടയിലൊന്നും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. Asa, come on. Asa, let's go. ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിപ്പോൾ ഒരു പമ്പിൽ നിർത്തിയിട്ട് കോഫി കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാണ്.
അപ്പോൾ കോഫി കിട്ടിയില്ല, പകരം നല്ല ചൂടുള്ള ചായയും നല്ലൊരു ക്രീം ബണ്ണും കൂടി കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വലിയ ആവശ്യമില്ല, എന്നാലും എന്തൊക്കെ ഉറങ്ങാണ്ടിരിക്കാൻ ഇതൊരു അടിപൊളി സംഭവം തന്നെയായിരുന്നു. നമ്മൾ അവിടുന്ന് 1 hour ഉള്ളൂ നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലേക്ക്. പക്ഷേ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, നേരത്തെ എണിച്ച് പോയൊക്കെ കാരണം ആൾക്ക് കുറച്ചൊന്ന് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. സോ ഫൈനലി നമ്മൾ റാസൽ കൈമയിൽ ആ വലിയ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് റാസൽ കൈമയിലെ ഫസ്റ്റത്തെ 5 star ഹോട്ടലാണ് കേട്ടോ. റാസൽ കൈമ ഹോട്ടൽ തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതൊരു 40-45 years പഴക്കമുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് നമ്മളുടെ ഇവരുടെ സർവീസിലും ഒക്കെ കണ്ടാൽ മനസ്സിലാവും, എല്ലാം ക്വാളിറ്റിയുള്ള സർവീസാണ്. ഇവരുടെ സ്റ്റാഫൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുമാണ് കേട്ടോ. അടിപൊളി തന്നെയായിരുന്നു. ആൻഡ് ഇതാണ് ഇവരുടെ റിസപ്ഷൻ ലോബി വരുന്നത്. വലിയൊരു റിസപ്ഷൻ ലോബി കേട്ടോ, ഒരുപാട് സീറ്റിങ്ങും എല്ലാം ഉള്ള ഒരു റിസപ്ഷൻ ലോബിയാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സും കഫേ ഏരിയാസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ റൂമിലേക്ക് പോവാണ്. 3rd floorലാട്ടോ നമ്മുടെ റൂമുള്ളത്. Hi Azza. So welcome to our റാസൽ കൈമ റൂം ടൂർ. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു ക്യൂബ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഫുള്ളി അറബിക് ഇന്റീരിയർ ആട്ടോ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ വിൻഡോ വ്യൂ കാണിച്ചു തരാം. റാസൽ കൈമ. അപ്പോൾ റാസൽ കൈമ സിറ്റിയിലേക്കുള്ളൊരു വിൻഡോ വ്യൂ ആട്ടോ നമ്മളെ റൂമിൽ നിന്ന് കിട്ടുന്നത്. അതിന് താഴായിട്ട് 2 ചെയേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതാ ഒരു വലിയ ബിഗ് മിറർ ഉണ്ട്. ഈ മിററിൽ കൂടെ നോക്കിയാൽ തന്നെ നമുക്ക് ബാക്ക് സൈഡിലുള്ള ബെഡും വാളൊക്കെ കാണാം. എല്ലാം ഒരു അറബിക് ടച്ചോട് കൂടിയിട്ടുള്ള ഇൻറ്റീരിയർ ആട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് ഇതാ ഒരു കോഫി സ്റ്റേഷൻ ഉണ്ട്. പിന്നെ ഇതാ കുറേ ഡ്രോയേഴ്സ് ഉണ്ട്. ഇതൊക്കെ ആസുബേബിക്ക് കളിക്കാനുള്ള ഐറ്റംസ് തന്നെ കേട്ടോ. ഇവനിത് തുറന്നടക്കൽ തുടങ്ങിയത് വന്നപ്പോൾ തുടങ്ങിയതാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഇതാ നമുക്ക് ഒരു സിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ബെഞ്ച് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബിഗ് ഫ്രെയിം വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് നമ്മുടെ ബെഡ് വരുന്നുണ്ട്. എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മളെ കബോർഡ്സ് വരുന്നുണ്ട്. പിന്നെ കയറി വരുമ്പോൾ ഫസ്റ്റിൽ തന്നെ ആയിട്ട് നമ്മളെ വാഷ്റൂം വരുന്നുണ്ട്. അത്യാവശ്യം കോസി ആയിട്ടുള്ള വാഷ്റൂം. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോട്ടൽ റൂമിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട എല്ലാ അമ്യൂണിറ്റീസും അവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷവർ ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ബാത്റൂം. Yay! Hi Papa. Azza? ഫ്രിഡ്ജ് ഉണ്ട്. ഒരു തേങ്ങില്ല. ബെസ്റ്റ് പാട്ട് എന്താല്ലേ, ഒരു വലിയ മിറർ ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് കേട്ടോ. ഇത് ഗ്രാൻഡ് ബേക്സിൻ്റെ പിസ്താഷ്യോ 7 layered പിസ്താഷ്യോ കേക്ക് എന്ന് പറഞ്ഞ കേക്കാണ്. അപ്പോൾ കുറേ നാളായിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ എന്തികാട്. അപ്പോൾ അത് കാരണം എന്തികത് പ്രീ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. സംഭവം കഴിച്ച് നോക്കിയപ്പോൾ നമ്മുടെ 5-in-1 ടോട്ട് കേക്ക് ഇല്ലേ, അതിൻ്റെ ടേസ്റ്റാണ്. പക്ഷേ ഇതിൽ പിസ്താഷ്യോയുടെ ക്രീം കുറച്ച് കൂടുതലുണ്ട്. അങ്ങനെ ഒരു ടേസ്റ്റ്, സെയിം അതേ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ വരുന്നത്. പക്ഷെ ഇത് നല്ല ബ്രാൻഡായിട്ട് കുറേ ഇങ്ങനെ വ്ളോഗേഴ്സൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കട്ട് ചെയ്തു. ഇതിങ്ങനെ സ്പൂൺ കൊണ്ടാണ് ഈ കേക്ക് കഴിക്കുക. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഹോട്ടലിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാട്ടോ. ഈ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണിത്. ഇവിടെ ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയയും പിന്നെ മാൻഗ്രൂവ്സും ഒക്കെ കാണാൻ പറ്റും.
പിന്നെ അല്ലേ ഈ ഹോട്ടൽ നിൽക്കുന്നത് നല്ലൊരു ഹൈറ്റുള്ള ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാസൽ ഖൈമ സിറ്റി ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഇവിടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ കിഡ്സിനായിട്ടുള്ളൊരു പൂളും പിന്നെ വലിയ ഒരു പൂളും കൂടി ഉണ്ട്. പിന്നെ ഉള്ളതൊക്കെ റെസ്റ്റോറൻറ്റ്സ്, സ്പാസ്, സലൂൺസ് അതൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. പിന്നെ സ്പോർട്സിനായിട്ട് വേറൊരു ഏരിയ ഉണ്ട് കേട്ടോ. മെയിൻ തിങ് എന്ന് പറയുന്നത് നമ്മളിവിടെ എത്തിയ ടൈം അടിപൊളിയാണ്. ഓൾറെഡി ഇതൊരു വിൻ്റർ സീസണാണ്. പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാറൊക്കെ ആയിട്ട് മഴ പെയ്യാൻ നിൽക്കുന്ന പോലത്തെ ക്ലൈമറ്റാണ്. അപ്പോൾ അടിപൊളി ഒരു ഫീലിംഗ് ആട്ടോ ഇവിടെ ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. പിന്നെ നമ്മൾ റിലാക്സ് ചെയ്യാനാണല്ലോ വന്നത്, അത് കാരണം വേറെ ആക്ടിവിറ്റീസിലൊന്നും നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് നടന്ന് കാണാം, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാലാണ് ഇവിടെ സ്പോർട്സിൻ്റെ കുറച്ച് പ്ലേസസ് ഉണ്ട് കേട്ടോ. എല്ലാ സ്പോർട്സ്, ഫുട്ബോൾ, ടെന്നീസ് അതിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ദാ ഞങ്ങൾ നൈറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. Let's go. Come. Azam. Bye, Mama. Bye, Mama. അപ്പോൾ നമ്മൾ ഈ റാസൽ ഖൈമയിൽ തന്നെ പുറത്തുള്ളൊരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ രാവിലത്തെ ഫുഡ് ഇവിടുന്ന് തന്നെ ഹോട്ടലിൽ നിന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ നൈറ്റ് ഇവിടെ ഏതെങ്കിലും നല്ലൊരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തിറങ്ങുകയാണ്. Chinese നോക്കിയാലോ? അങ്ങനെ ചൈനീസും ഈജിപ്ഷ്യനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവസാനം മട്ടൻ ബിരിയാണിയും ദം പൊറാട്ടയും ഉറപ്പിച്ചിട്ട് അതങ്ങനെ വാങ്ങിയിട്ടോ. എപ്പോഴും ഇതന്നെയാണ് ഉണ്ടാവൽ. എല്ലാതും പറയും, അവസാനം നമ്മൾ ഒന്നെങ്കിൽ പൊറാട്ട അല്ലെങ്കിൽ ബിരിയാണി അതിലേക്ക് എത്തും. സംഭവം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർ ദം ചെയ്ത് കൊടുന്ന് വെച്ച പൊറാട്ട നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ബീഫിൻ്റെ റോസ്റ്റും എല്ലാം കൂടി വന്നിട്ട് അടിപൊളി തന്നെ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഹായ്, ഇപ്പോൾ രാവിലെ 8:30 കഴിഞ്ഞിട്ടോ ടൈം. നമ്മൾ ഇന്നലെ ഒരു 2 മണിയൊക്കെ ആയി ഉറങ്ങുന്ന ടൈം. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു പൂളിൽ പോകണം. ഇവിടെ അസുബൈബിനായിട്ടൊന്ന് കളിക്കാനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റേക്കേഷനുള്ള ഒന്ന് റിലാക്സ് ആയിട്ടോ. നല്ല റിലാക്സ് ആയി. നമ്മൾ കുറേ ദിവസം നമ്മൾ ഒരേ റൂമിൽ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അത് നാട്ടിലൊക്കെ എന്ന് വെച്ചെങ്കിൽ വീടും കുറേ പറമ്പും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മളൊരു ഫ്ലാറ്റിൽ കുറേ ദിവസങ്ങളായിട്ട് സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്സോസ്റ്റഡ് ഫീലിംഗ് വരും. ഇങ്ങനെ ഇടയ്ക്കൊരു സ്റ്റേക്കേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ റിസപ്ഷൻ ലോബിയിൽ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അത്യാവശ്യം നല്ല ടേസ്റ്റും ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെ കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഒരു കോഫി കൗണ്ടർ പോലത്തെ ഏരിയ ആണ്. അവിടെ നമ്മൾ മിൽക്ക്, കോഫി, ടീ, ജ്യൂസ് എല്ലാം അതുണ്ടാവും. പിന്നെ മഫിൻസ് ഉണ്ട്, ഡോണറ്റ്സ്, പേസ്ട്രീസ് എല്ലാം നല്ല ടേസ്റ്റുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാത്തിൽ നിന്നും ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നതാണ് മുർത്തദല്ല. ഇത് മീറ്റിൻ്റെ സ്ലൈസസ് ആട്ടോ. മീറ്റ് കുക്ക് ആൻഡ് സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ചീസ് സ്ലൈസ് പോലെയാണ്. ചിക്കനും ബീഫും ഒക്കെ ഉണ്ട്. ദെൻ ഇത് ഗ്രിൽഡ് പൊട്ടാറ്റോസ് ആൻഡ് ക്യാരറ്റ്സ് ആട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്. ഈ ഗ്രില്ല് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ്.
പിന്നെ വേഫിൾസ് അതൊക്കെ കൂടാഞ്ഞിട്ട് പിന്നെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട് കേട്ടോ അവിടെ. നമ്മളെ നാട്ടിലത്തെ ഇഡ്ഡലിയും സാമ്പാറും നല്ല ടേസ്റ്റുള്ള ഇഡ്ഡലിയും സാമ്പാറും തന്നെയായിരുന്നു. നമ്മളിപ്പോൾ ഇത് എന്നും കഴിക്കലുള്ളതാണെങ്കിലും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് ഇരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും സാമ്പാറും കൂടി എടുത്ത് പിന്നെ ഇവിടെ ഔട്ട്ഡോറിലായിട്ട് ഇങ്ങനെ തട്ടുകട സെറ്റപ്പിൽ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് 2 ഓംലെറ്റും കൂടി എടുത്തിട്ടോ. അപ്പോൾ ആള് ലൈവായിട്ട് ഓംലെറ്റ് നമുക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണിച്ചു തരും. അതിങ്ങനെ നോക്കി നിന്ന് ഉണ്ടാക്കുന്നത് കണ്ട് ഇങ്ങനെ വാങ്ങാനൊക്കെ ഒരു നല്ല രസമാണ്. അപ്പോൾ ഇതാ ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുക കേട്ടോ. നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് തന്നെയായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ കിഡ്സിൻ്റെ പ്ലേ ഏരിയക്കാട്ടോ പോയത്. അപ്പോൾ അസുബേബിനായിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനക്ക് അവിടെ നിന്ന് ഒരു നല്ല ഫ്രണ്ടിനൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ ഇവർ നല്ല ഫുട്ബോൾ കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിഡ്സ് പൂളിലേക്കാണ് പോണത്. അപ്പോൾ ഇവന് വാട്ടർ തീം പാർക്കിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അത് കാരണം തന്നെ ഇവന് അതിലുള്ള പൂളിലുള്ള സ്ലൈഡിലൊക്കെ ഒറ്റയ്ക്ക് തന്നെ കയറി റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അവന് ഇത്രയും പേടി മാറുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഫസ്റ്റ് ടൈം അന്ന് വാട്ടർ തീം പാർക്കിൽ പോയപ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾ ഉഷാറായിക്കണം കേട്ടോ. അപ്പോൾ ഫുൾ ടൈം അവനക്ക് വെള്ളത്തിൽ തന്നെ കിടക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വലിയവരുടെ പൂളിലേക്കാണ് പോയത്. അവിടുന്ന് പിന്നെ എന്തൊക്കെ കുറച്ച് നേരം അവനെ വെള്ളത്തിലിട്ട് കളിപ്പിച്ചു. ദെൻ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡ്രസ്സ് കേട്ടോ. ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ആളും മാച്ചിങ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഷർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തിക്കാക്ക് എടുത്ത ജാക്കറ്റ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ, അത് കൊടുക്കുന്ന വീഡിയോ. പിന്നെ അതാ അസുബേബിയും നമ്മളിപ്പം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാ? പെർഫെക്റ്റ് ആണ്. നൈസ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഇതാ എല്ലാം കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. 12 o'clock നമ്മൾ ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം പറഞ്ഞത്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തും നമ്മളെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ കുറച്ച് സമയം കൂടി നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് സ്പെൻഡ് ചെയ്തു. പിന്നെ അതാ ഈ വലിയ വണ്ടിയിൽ വരുന്നവരാട്ടോ ഫിൻലാൻഡിൽ നിന്ന് വന്നിട്ടുള്ളവർ. ഇവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇവർ ഗോൾഫ് പ്ലേക്ക് വേണ്ടിയിട്ടാട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരായിട്ടൊക്കെ അസുബേബി നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുമ്പോൾ ടാറ്റൊക്കെ കൊടുക്കുക കേട്ടോ. പിന്നെന്താ കൂടുതലായിട്ടും ഇവിടെ അറബ്സും ഫിൻലാൻഡിൽ നിന്നുള്ള ആൾക്കാർ ഞാൻ കണ്ടത്. മലയാളീസിനെ കാണുന്നത് കുറവാണ്. അങ്ങനെ നമ്മൾ റാസൽ കൈമ ഹോട്ടലിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ ഉച്ചയ്ക്ക് 12 മണി ആയിട്ടുള്ളൂ, ഇനിയും കുറച്ചും കൂടി ടൈമുണ്ട്. അപ്പോൾ നമുക്ക് റാസൽ കൈമയിൽ കുറച്ചുകൂടി ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ല സ്പോർട്സ് നോക്കിയിട്ട് ഇങ്ങനെ വണ്ടി എടുത്തതാണ്. അപ്പോൾ ഒരു നല്ല ഗ്രീൻ കളറിലുള്ള ഒരു ഏരിയ കണ്ടു കേട്ടോ. നോക്കുമ്പോൾ അത് ബീച്ചായിരുന്നു. പിന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഫ്ലെമിംഗോ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണ്. ഭയങ്കര ക്വൈറ്റ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു ബീച്ചാട്ടോ. അടിപൊളി ക്ലൈമറ്റ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും നല്ല സ്പോട്ട് ഉണ്ടാന്ന് നോക്കിയതാണ്. അപ്പോൾ വരുന്ന വഴിയിൽ ഇങ്ങനെ നല്ലൊരു ഗ്രീൻ കളർ കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ട് വണ്ടി തിരിച്ചതല്ലേ. അടിപൊളി വ്യൂ. പിന്നെതാ ഇവിടെ ഒരാൾ ഇവിടെ മണ്ണിൽ കളി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ റാസൽ കൈമ വരെ വന്നതല്ലേ, അപ്പൊ നമ്മൾ എന്തായാലും കുറച്ചു നേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ നല്ലൊരു ഫീലിംഗ് കിട്ടോ. അതാ അസുബേബി ഉണ്ട്. ആറിലും ഓൾറെഡി നമ്മള് ഡിക്കില് ടെന്റും സീറ്റും എല്ലാതും വെക്കലുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടിയപ്പോ, ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് വന്നതല്ലേ നമ്മള്, ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സ്പോട്ട് കിട്ടിയപ്പോ എന്തായാലും നമുക്കത് എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി അടിപൊളിയായിരുന്നു.
കുറച്ചൊക്കെ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റും രണ്ടാൾക്കും കൂടിയിട്ട്. മെയിനായിട്ട് വീക്കെൻഡ് ഡേ ആണ് വന്നത് കാരണം വീക്ക് ഡേയ്സിലൊക്കെ എന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ഉണ്ടാവും, പിന്നെ നമുക്കിങ്ങനെ പോകാൻ പറ്റില്ല. മെയിൻലി നമ്മൾ വീക്കെൻഡിലാണ് ഇങ്ങനെ സ്റ്റേക്കേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ വീക്കെൻഡിലാണ് എടുക്കല്. ഇതെന്തായാലും വെഡിങ് ആനിവേഴ്സറിയും വീക്കെൻഡും എല്ലാം കൂടി ഒരുമിച്ച് വരികയും ചെയ്ത്. അതാ എന്തൊക്കെ ടെന്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത് പറന്ന് പോവെന്നറിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി? ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാണ് കേട്ടോ ടൈം. UAE ഈ ഒരു ടൈമിൽ ഇങ്ങനൊരു ക്ലൈമറ്റ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. സമ്മറൊന്നും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈമിലൊന്നും പുറത്തിറങ്ങാനേ പറ്റില്ല. അപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഗ്രിൽഡ് ചിക്കനും തമിഴ്നാട് സ്പെഷ്യൽ ബിരിയാണി റൈസൊക്കെ വന്ന് അങ്ങനെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളായിരുന്നു. ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ദുആ ചെയ്യുന്നു. சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே, சின்ன சின்ன பாவை கொஞ்சி கொஞ்சி பேசி துள்ளி செல்லும் என் அழகே.